മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ലീഗുമായുള്ള തർക്കത്തെ തുടർന്ന് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് അംഗവുമായ ഷഹർബാൻ ഷെരീഫ് രാജിവെച്ചു. കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്ന് കാവന്നൂർ മട്ടത്തിരിക്കുന്നിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ലീഗ് കോൺഗ്രസ് ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയത്. ഈ ജനവാസ മേഖലയിൽ മട്ടത്തിരിക്കുന്ന് എന്ന ജനവാസ മേഖലയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രം നടത്തരുത്, അല്ലെങ്കിൽ അവിടെ ആ തീരുമാനം മാറ്റണം എന്ന തീരുമാനം എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് ഉറപ്പ് തന്നിരുന്നു. ആ എഗ്രിമെൻ്റ് ഈ അടുത്ത ദിവസം ലോക്സഭാ ഇലക്ഷന് ശേഷം പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവണതയിൽ അത് ലംഘിക്കപ്പെട്ടു. UDF ജില്ലാ നിയോജകമണ്ഡല നേതൃത്വം എടുത്ത കരാറ് ഒറ്റയ്ക്ക് ലംഘിച്ച പഞ്ചായത്ത് പ്രസിഡൻറ്റിനെതിരെയുള്ള പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFൻ്റെ ഭരണസമിതിയിൽ നിന്ന് പിൻവലിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൂടെ UDFൻ്റെ എഗ്രിമെൻ്റ് ലംഘിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV ഉസ്മാനുമായിട്ട് ഭരണം പങ്കിടാൻ കോൺഗ്രസിന് സാധ്യമല്ല എന്ന് കാവന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാവന്നൂർ പഞ്ചായത്ത് 13ാം വാർഡായ മട്ടത്തിരിക്കുന്നിൽ MCF കേന്ദ്രം തുടങ്ങാൻ കഴിഞ്ഞ വർഷം ഭരണസമിതി തീരുമാനിച്ചിരുന്നു. മാലിന്യവുമായി എത്തിയ ലോറി പ്രദേശത്തുകാരും കോൺഗ്രസ് പ്രവർത്തകരും തടഞ്ഞു. തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. UDFൽ ഭിന്നത രൂക്ഷമായതോടെ CPM അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇതോടെ PK ബഷീർ MLA, MP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് മട്ടത്തിരിക്കുന്നിൽ MCF സ്ഥാപിക്കേണ്ടതില്ലെന്ന തീരുമാനമെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് കോൺഗ്രസും ലീഗും ഒന്നിച്ചു നിന്ന് CPMന്റെ അവിശ്വാസത്തെ പരാജയപ്പെടുത്തി. UDF നേതാക്കളുടെ തീരുമാനം ലംഘിച്ച് മട്ടത്തിരിക്കുന്നിലേക്ക് വീണ്ടും MCF കേന്ദ്രം കൊണ്ടുവരാനാണ് ശ്രമമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗം PV ഉസ്മാൻ പ്രസിഡന്റും കോൺഗ്രസിലെ ഷഹർബാൻ ഷെരീഫ് വൈസ് പ്രസിഡന്റുമായ UDF ഭരണസമിതിയാണ് ഭരിച്ചിരുന്നത്. ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് വൈസ് പ്രസിഡന്റ് രാജിവെച്ചതോടെ ഭരണസമിതിയുടെ ഭാവി തുലാസിലായി. മുസ്ലിം ലീഗിന് 9ഉം CPMന് 7ഉം കോൺഗ്രസിന് 3 അംഗങ്ങളുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.